മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുല്ലുമേട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തികരമല്ലെന്ന ആക്ഷേപം. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ചേർന്ന യോഗ തീരുമാനങ്ങളൊന്നും നടപ്പാക്കാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ബാരിക്കേഡുകളും ലൈറ്റുകളും സ്ഥാപിക്കണമെന്ന സുപ്രധാന നിർദ്ദേശവും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അയ്യപ്പ ഭക്തർ കൂടുതലായി കേന്ദ്രീകരിക്കുന്ന പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങളിലാണ് സുരക്ഷയൊരുക്കുന്നതിൽ ജില്ലാ ഭരണകൂടം പരാജയപ്പെടുന്നത്. ബാരിക്കേഡുകളും ലൈറ്റുകളും സ്ഥാപിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പ്രാരംഭ നടപടികൾ പോലും എങ്ങും എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം പുല്ലുമേട്ടിൽ 5000-ഓളം ഭക്തരും പരുന്തുംപാറയിൽ 2000-ഓളം ഭക്തരുമാണ് മകരവിളക്ക് ദർശനത്തിനായി എത്തിയിരുന്നത്. ഇത്തവണ സത്രം റോഡ് നിർമ്മാണം പൂർത്തിയായതിനാൽ കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് ഇത് ഇരട്ടിയെങ്കിലുമായി ഉയരുമെന്നാണ് കണക്ക്. പുല്ലുമേട്ടിൽ 2 കിലോമീറ്ററോളം നീളത്തിൽ ബാരിക്കേഡ് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരുന്നത്. മണ്ഡലകാല സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കൂടിയ യോഗത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണെന്നും നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് അധികൃതരാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ റവന്യൂ അധികൃതരുടെ നിലപാട്. ഇതോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് അനന്തമായി നീളുകയാണ്. ഇനിയൊരു ദുരന്തത്തിന് വഴിവെക്കാതെ എത്രയും വേഗം സുരക്ഷാ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. വണ്ടിപ്പെരിയാറിൽ നിന്ന് ജിക്കോ വളപ്പിലിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.